ഹായ് ഗൈസ്, ശങ്കർ രാജ് ഹിയർ. ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് CBSE ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്നും വർക്കൗട്ട് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് പൈത്തൺ കോഡ്. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പൈത്തൺ കോഡ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടാകും. ആ ഓപ്ഷൻസിൽ നിന്ന് ഇതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് ഏതാണ് എന്നുള്ളത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഡെഫിനിഷനാണ്. ഫംഗ്ഷൻ്റെ ഇഞ്ച് DEF എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡിഫൈൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് പൈത്തണിൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യുന്നത്, ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, PQ. അതിൽ ക്യൂവിന് 30 എന്ന് പറയുന്നൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അതിനകത്തുള്ളൊരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ റിട്ടേൺ P, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഫംഗ്ഷന് വെളിയിലായി RS എന്നിങ്ങനെ 2 ഇൻറ്റിജർ വേരിയബിൾസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. R-ൽ 150യും S-ൽ 100. അതിനുശേഷം 2 ഫംഗ്ഷൻ കോൾ അല്ലെങ്കിൽ മെത്തേഡ് കോൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. R ഈക്വൽ ടു ചേഞ്ച് ഓഫ് RS എന്നും S ഈക്വൽ ടു ചേഞ്ച് ഓഫ് S. ഒരു ഫംഗ്ഷൻ കോളിൽ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നു, ഒരെണ്ണത്തിൽ ഒരെണ്ണം മാത്രം പാസ് ചെയ്യുന്നു. അതിനിടയിൽ വീണ്ടും ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിട്ട് ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് വരാം. അതിലൊന്ന്, ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഒരു ആർഗ്യുമെൻറ്റിൽ മാത്രമാണ് വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നത്, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിൽ. പിന്നെ ഈ ഇൻറ്റിജർ വേരിയബിൾസ് പുറത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതിൽ 2 ഇൻറ്റിജർ വേരിയബിൾസിൽ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു ഫംഗ്ഷൻ കോളിൽ 2 പാരാമീറ്റേഴ്സും മറ്റൊരു ഫംഗ്ഷൻ കോളിൽ 1 പാരാമീറ്ററുമാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പല കൺഫ്യൂഷൻസും ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ തെറ്റായ റിസൾട്ടിലേക്ക് എത്തിച്ചേരാം. അത് ചിലപ്പോൾ ഓപ്ഷനിലും ഉണ്ടാകാം. അങ്ങനെ ഇത് തെറ്റൊരുപാട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ കൺസെപ്റ്റ്സ് അത്രത്തോളം ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞാൻ എന്തായാലും ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഈ നോട്ട് പാഡിൽ നമുക്കിതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പൈത്തൺ കമ്പൈലറിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമ്മൾ വർക്കൗട്ട് ചെയ്തെത്തുന്ന ഉത്തരം റൺ ചെയ്യുമ്പോഴും കിട്ടുന്നെങ്കിൽ അത് കറക്റ്റാണ് എന്ന് നമുക്ക് കരുതാം. ആദ്യമായിട്ട് R ഈക്വൽ ടു 150, S ഈക്വൽ ടു 100. അതായത് മെത്തേഡ് ഡെഫിനിഷന് പുറത്തുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. R ഈക്വൽ ടു 150, S ഈക്വൽ ടു 100. അത് ഞാനൊന്ന് നോട്ട് ചെയ്യുകയാണ്. R ഈക്വൽ ടു 150, S ഈക്വൽ ടു 100. ഇനി R എന്ന് പറയുന്ന വേരിയബിളിൽ തന്നെ ആണ് മെത്തേഡ് കോൾ ചെയ്യുന്നത്, ചേഞ്ച് ഓഫ് RS. നമുക്ക് മെത്തേഡ് കോള് വേരിയബിൾ അസൈൻമെൻറ്റ് ഇല്ലാതെയും നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു വേരിയബിൾ അസൈൻ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു വേരിയബിൾ തന്നെയാണ്. ഇതെല്ലാം നമ്മളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. R ഈക്വൽ ടു 150, S ഈക്വൽ ടു 100. ചേഞ്ച് ഓഫ് RS എന്ന് പറയുന്ന രീതിയിൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇപ്പോൾ R ഈക്വൽ ടു 150, S ഈക്വൽ ടു 100 എന്നീ വാല്യൂസ് ആ ആർഗ്യുമെൻറ്റുകളിൽ പോയി സ്റ്റോർ ആകുന്നു. Rലുള്ള 150 പോയി Pയിൽ സ്റ്റോർ ആകും. ഇപ്പോൾ P ഈക്വൽ ടു 150. എസ്സിലുള്ള 100 പോയി Qയിൽ സ്റ്റോർ ആകും. പക്ഷേ Qയിൽ ഓൾറെഡി ഒരു 30 കിടപ്പുണ്ട്. Qയിലൊരു 30 കിടപ്പുണ്ട്. Qയിൽ സ്റ്റോറായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സംശയം വരും, ഈ 100 ആണോ 30 ആണോ അവിടെ എഫക്റ്റീവ് ആവുന്നതെന്ന്. സംശയിക്കാനൊന്നുമില്ല. നമ്മളിപ്പോൾ പാസ് ചെയ്ത് വിടുന്ന ഈ 100 Qയിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള 30യെ ഓവർ റൈറ്റ് ചെയ്യും. Q എന്ന് പറയുന്ന ആ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ 100 ആയി കഴിഞ്ഞു. ഇതെല്ലാം നമ്മളെ കൂടുതൽ കൺഫ്യൂഷനിലേക്കും
കൂടുതൽ ഡൗട്ട്സിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള തരത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പി ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എടുത്തത്. പി ഈക്വൽ ടു പി പ്ലസ് ക്യൂ. പിയിൽ ഇപ്പോൾ 150 ഉണ്ടെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾ ശീലിച്ചിട്ടുണ്ടായിരിക്കും. പിയിലുള്ള 150 പ്ലസ് ക്യൂവിലുള്ള 100, 150 പ്ലസ് 100. പിയിൽ ഉള്ള 150യെ ഓവർ റൈറ്റ് ചെയ്ത് 250 എന്നായി മാറും. കാരണം പിയിൽ ഓൾറെഡി ഉള്ള 150 പ്ലസ് ക്യൂവിലുള്ള 100. ആ ഒരു അസൈൻമെൻറ്റ് നടന്ന് പിയിൽ ഇപ്പോൾ 250 ആയി മാറും. ഇനി വരുന്ന ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് പി ഹാഷ് ക്യൂ. പിയുടെ വാല്യൂ ഇപ്പോൾ 250 ആണ്. ഹാഷ് ക്യൂ എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ വാല്യൂ ഇപ്പോൾ 100 ആണ്. 250 ഇതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമ്മൾ വിട്ടുപോയി. പി ഈക്വൽ ടു പി പ്ലസ് ക്യൂ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. ക്യൂ ഈക്വൽ ടു പി മൈനസ് ക്യൂ എന്ന് പറയുന്ന രണ്ടാമതൊരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ കൂടി ഉണ്ടായിരുന്നു. ക്യൂ ഈക്വൽ ടു പി മൈനസ് ക്യൂ. പിയുടെ വാല്യൂ നമുക്കറിയാം 250 ആണ്. 250 മൈനസ് ക്യൂ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 100 ആണ്. 250 മൈനസ് 100. 250 മൈനസ് 100 ഈക്വൽ ടു 150. ക്യൂവിൽ ഈ 150 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇപ്പോൾ ഫൈനലായി സ്റ്റോർ ആകുന്നത്. ഇപ്പോൾ പിയുടെ വാല്യൂ 250യും ക്യൂ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 150യുമായി. ഇനി പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. പി ഹാഷ് ക്യൂ. പിയുടെ വാല്യൂ 250 ഹാഷ് 150. ക്യൂ എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ വാല്യൂ 150. അവിടെ ഞാൻ പെർസെൻറ്റേജ് സൈനാണ് ഇട്ടത്, ഹാഷാണ്. 250 ഹാഷ് 150. ഇപ്പോൾ 250 ഹാഷ് 150 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് നമുക്കിവിടെ ആദ്യമായിട്ട് ലഭിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. റിട്ടേൺ പി എന്നുള്ളതാണ്. റിട്ടേൺ പി. പിയുടെ വാല്യൂ റിട്ടേൺ ചെയ്യുകയാണ്. ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എന്ന വേരിയബിളിലേക്ക് ഈ വാല്യൂ വന്ന് സ്റ്റോർ ആകും എന്നുള്ളത് കൊണ്ടാണ്. പിയുടെ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. പിയിൽ ഇപ്പോൾ നമുക്കുള്ള വാല്യൂ 250 ആണ്. ഇവിടെ ഒരു വേരിയബിൾ അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫംഗ്ഷൻ കോൾ നടക്കുന്നതിനാൽ ആ വേരിയബിളിന് കൂടി ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഈ പിയുടെ വാല്യൂ ആറിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ പിയുടെ വാല്യൂ 250 ആണ്. ഇപ്പോൾ ആറിൻ്റെ വാല്യൂ എന്തായി മാറും? ആ റിട്ടേൺ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന 250 ആയി മാറും. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ആർ ഹാഷസ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആറിൻ്റെ വാല്യൂ 250 ആണ്. 250 ഹാഷ് എസ്. എസിൻ്റെ വാല്യൂ ഈ ഫംഗ്ഷൻ ഡെഫിനേഷന് പുറത്തുള്ള 100 തന്നെയാണ്. ആർ എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ വാല്യൂ 250 ആയത് നമ്മുടെ ഫംഗ്ഷൻ കോളിൻ്റെ ഭാഗമായിട്ടുള്ള റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നിന്ന് ലഭിക്കുന്ന വാല്യൂ ഇവിടെ ആറിൽ സ്റ്റോർ ആകുന്നത് കൊണ്ടാണ് ആർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 250 ആകുന്നതും. അത് കഴിഞ്ഞ് എസ് എന്ന് ഓൾറെഡി ഫംഗ്ഷൻ ഡെഫിനേഷന് പുറത്ത് നമ്മൾ ആദ്യമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ള വാല്യൂ 250 ഹാഷ് 100. ഇതാണ് നമുക്ക് രണ്ടാമത് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ കൊണ്ടും കഴിയുന്നില്ല. എസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് എസ്. ഇവിടെ ശ്രദ്ധിക്കുക, എസ് എന്ന വേരിയബിളിൽ ചേഞ്ച് ഓഫ് എസ് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഒരു വേരിയബിളേ ഉള്ളൂ, എസ് എന്നുള്ളതാണ് ആ വേരിയബിൾ. എസിൻ്റെ വാല്യൂ സ്വാഭാവികമായും 100 ആണ്. കാരണം നമ്മുടെ ഫംഗ്ഷൻ കോളിനകത്ത് നടന്ന വാല്യൂസ് ഒന്നും ഇവിടെ ഇപ്പോൾ റിഫ്ലക്റ്റ് ആകുന്നില്ല. മാത്രമല്ല എസ് എന്ന് പറയുന്ന പേരിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നമുക്കൊരു വേരിയബിൾ ഉണ്ട് തന്നെ. ഇപ്പോൾ എസ് ഈക്വൽ ടു 100 ആണ്. ചേഞ്ച് ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഈ 100 എന്ന വാല്യൂ, എസിലുള്ള 100 എന്ന വാല്യൂ ആണ് ഫംഗ്ഷനിലേക്ക് പോകുന്നത്, ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും. കാരണം ആർ എസ് ആണ്, ആർ കോമ എസ് ആണ്. അപ്പോൾ സ്വാഭാവികമായി എസിൻ്റെ 100 എന്ന വാല്യൂ
ക്യൂവിലേക്ക് പോയി അല്ലേ സ്റ്റോർ ആകേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ അങ്ങനെയല്ല. നമ്മളെ വീണ്ടും കൺഫ്യൂസിങ് ആക്കാനായി ഇവർ ഈ രണ്ടാമത്തെ വേരിയബിൾ എടുത്ത് ഇവിടെ പാസ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഒരൊറ്റ പാരാമീറ്റർ മാത്രമേ ഉള്ളൂവെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഒന്നിലധികം പാരാമീറ്റേഴ്സ്, അതായത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഫംഗ്ഷൻ കോളിൽ ഒറ്റ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒറ്റ പാരാമീറ്റർ മാത്രമേ ഉള്ളൂവെങ്കിൽ ആദ്യത്തെ ആർഗ്യുമെൻറ്റിലായിരിക്കും ഈ വാല്യൂ പോയി സ്റ്റോർ ആകുന്നത്. നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിലൊരു ടെൻഡൻസി ഉണ്ടാകും, R, S. സോ എസ്സിലുള്ള വാല്യൂ പോയി ക്യൂവിലല്ലേ സ്റ്റോർ ആകേണ്ടതെന്ന്. കാരണം തൊട്ട് മുന്നത്തെ ഫംഗ്ഷൻ കോളിലും അങ്ങനെയായിരുന്നു. ആറിലെ വാല്യൂ P, എസ്സിലെ വാല്യൂ Q. ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താണ് നമ്മുടെ മൈൻഡിലൊരു ട്രിഗറായി ഇത് ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടി ബോധപൂർവം തന്നെയാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് CBSE കമ്പ്യൂട്ടർ സയൻസ് ചോദ്യങ്ങൾ ഇത്രത്തോളം ടഫാകുന്നതും കുട്ടികൾക്ക് സ്ഥിരമായി മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ആറാണോ എസ് ആണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഒറ്റ പാരാമീറ്റർ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിലെ വാല്യൂ പോയി ആദ്യത്തെ ആർഗ്യുമെൻറ്റിൽ, ഫംഗ്ഷൻ കോളിലുള്ള ആദ്യത്തെ ആർഗ്യുമെൻറ്റിൽ സ്റ്റോർ ആകും. അപ്പോൾ S ചേഞ്ച് ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഈ എസിൻ്റെ വാല്യൂ നേരെ പോയി പിയിലാണ് സ്റ്റോർ ആകുന്നത്. പിയിലിപ്പോൾ എസ്സിലെ വാല്യൂ ആയ 100. ക്യൂവിൽ ഓൾറെഡി അവിടെ ഒരു 30 കിടപ്പുണ്ട്. ക്യൂവിൽ നമ്മൾ ഓൾറെഡി 30 എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഓപ്പറേഷൻസിലേക്ക് കടക്കുകയാണ്. P=P+Q. പിയിലുള്ള 100ഉം ക്യൂവിലുള്ള 30യും. P=130. Q=P-Q. ഇവിടെ പിയിൽ ശ്രദ്ധിക്കണം, ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന 130 ആണ്. അപ്പോൾ 130 മൈനസ് ക്യൂ. ക്യൂവിലുള്ള വാല്യൂ 30 ആണ്. 30. സോ ക്യൂവിലുള്ള വാല്യൂ ഇപ്പോൾ എന്താണ്? 100 ആണ്. പ്രിന്റ് P#Q. പിയുടെ വാല്യൂ 130. 130 ഹാഷ് ക്യൂവിലുള്ള വാല്യൂ 100 ആണ്. 130 ഹാഷ് 100. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വാല്യൂസ് 130 ഹാഷ് 100 എന്നുള്ളതിൽ വന്ന് നിൽക്കുകയാണ്. ഇനി റിട്ടേൺ പിയിലുള്ള വാല്യൂ, പിയിൽ നമുക്ക് ഫൈനൽ കിട്ടിയിരിക്കുന്ന 130 വന്ന് എസ്സിൽ സ്റ്റോർ ആകും. പക്ഷേ അത് നമ്മൾ വേറെ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അവിടെ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന് വേറെ യൂസ് ഒന്നുമില്ല. അപ്പം നമ്മുടെ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 250 ഹാഷ് 150, അതിന് താഴെയായി 250 ഹാഷ് 100, 130 ഹാഷ് 100. ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, ഇങ്ങനെ തന്നെയാണോ കിട്ടേണ്ടതെന്ന് വെരിഫൈ ചെയ്യാനായിട്ട്. നമുക്കിപ്പോൾ എക്സാം ഹോളിൽ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ റൺ ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ഗസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്ത് എഴുതാൻ മാത്രമേ കഴിയൂ. എങ്കിലും ഞാനിപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. DF എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ചേഞ്ച് എന്ന ഫംഗ്ഷൻ, ചേഞ്ച് ഓഫ് P,Q=30. P,Q=30. അതിനുള്ളിൽ P=P+Q, P+Q, Q=P-Q, പ്രിന്റ് P#Q. P#Q. റിട്ടേൺ P എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ട്.
ഇനി R ഈക്വൽ ടു 150, S ഈക്വൽ ടു 100. എസ് സ്മോൾ ലെറ്റർ ആയി എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എസ് ഒന്നുകൂടി ഡിക്ലെയർ ചെയ്യുകയാണ്. കാരണം RS എല്ലാം ക്യാപ്സ് ആണ്, ഞാൻ രണ്ടാമത് എൻട്രി ചെയ്തത് സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് അതവിടെ കിടന്നോട്ടെ. R ഈക്വൽ ടു ചേഞ്ച് ഓഫ് R, S. നമുക്കിവിടെ ഒരു എറർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് ഈ എഡിറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എററാണ്. cannot access local variable q, it is not associated with a value എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ ഫംഗ്ഷന് പുറത്ത് കടന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. നമുക്ക് ഒന്നുകൂടി ആ എഡിറ്റർ എടുത്ത് ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്. മെത്തേഡ് ഡിഫ് ചേഞ്ച് ഓഫ് P, Q ഈക്വൽ ടു 30. ഫംഗ്ഷനകത്ത് P ഈക്വൽ ടു P പ്ലസ് Q അതെല്ലാം സ്മോൾ ലെറ്റർ ആയി. P ഈക്വൽ ടു P പ്ലസ് Q, Q ഈക്വൽ ടു P മൈനസ് Q, പ്രിന്റ് P ഹാഷ് Q, പ്രിന്റ് P, ഹാഷ് Q. അതിനുശേഷം റിട്ടേൺ P. R ഈക്വൽ ടു 150, S ഈക്വൽ ടു 100. R ഈക്വൽ ടു ചേഞ്ച് ഓഫ് RS, R, S. print R hashes, print R, hash S. S equal to change of S. ആ വാല്യൂസ് നോക്കി നമ്മുടെ ഔട്ട്പുട്ട് എൻ്റർ അടിച്ചപ്പോൾ നമുക്ക് കിട്ടി 250 ഹാഷ് 150, 250 ഹാഷ് 150, 250 ഹാഷ് 100, 250 ഹാഷ് 100, 130 ഹാഷ് 100, 130 ഹാഷ് 100. ഇപ്പോൾ നമുക്ക് ആ ഔട്ട്പുട്ട് അതുപോലെ തന്നെയാണ് റൺ ചെയ്യുമ്പോൾ കിട്ടുക.
അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടും. ഇതിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടത് ഫംഗ്ഷൻ ഡെഫിനിഷനിലും പിന്നെ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും ഒക്കെ ഇവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ കൺഫ്യൂസ് ചെയ്യിച്ച് തെറ്റായിട്ടുള്ള ഉത്തരം വന്നു കഴിയുമ്പോൾ 3 മാർക്ക് എന്നുള്ളത് 2 മാർക്കായും 1 മാർക്കായും 1.5 മാർക്കായും ഒക്കെ ചുരുങ്ങും. കിട്ടാനുള്ള മാർക്ക് ഇല്ലാതാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാനായി നല്ല രീതിയിൽ തന്നെ ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പല സ്കൂളുകളിലും തിയറി മാത്രം പഠിപ്പിക്കും. അതുമായി ലാബ് സെഷനിൽ മാത്രമേ നമുക്ക് ലാബ് തരാറുള്ളൂ. കയ്യിൽ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒന്നും ഇല്ലാത്ത കുട്ടികൾ അതിൽ കൂടുതൽ കെയർ ചെയ്യില്ല. പിന്നെ എൻട്രൻസ് പരിശീലനമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊരു മറ്റ് സബ്ജക്ട്സ് പഠിക്കുന്നൊരു രീതിയിൽ പോകും. കമ്പ്യൂട്ടർ സയൻസിന് മാർക്ക് കുറയും എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ട്രിക്കിയായ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ ശീലിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ടുകളിലേക്ക് നമുക്ക് തന്നെ വർക്കൗട്ട് ചെയ്ത് എത്തിച്ചേരാൻ കഴിയും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഡൗട്ട്സ്, കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വേണ്ട ഏരിയാസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ചാറ്റിലോ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ടോ ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈനിങ് ഓഫ്. താങ്ക് യു.